സ്ത്രീ മെമ്പറുകളായതുകൊണ്ടൊരു പ്രത്യേക മുൻഗണന എടുത്തുവെന്നോ ഒന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. ഇൻഫാക്ട് നമ്മൾ അവിടെ എത്തി വിത്തിൻ അബൌട്ട് 5 minutes മോസ്റ്റ് ഓഫ് ദ ഡിസിഷൻസ് വർ ടേക്കൺ. കാരണം എല്ലാവരും യുനാനിമസ്ലി ഇത് അഗ്രി ചെയ്തു. അതിന് അപ്പുറം സമയമെടുത്തത് ഹൗ ടു വേർഡ് ഇറ്റ്, ഹൗ ടു റിലീസ് ദ സ്റ്റേറ്റ്മെന്റ് ടു ദ പ്രസ്, എത്തരം വാക്കുകൾ, എത്തരം വാക്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, ഇത്തരം തീരുമാനങ്ങൾക്കാണ് സമയമെടുത്തത്. നമ്മൾ എടുത്ത തീരുമാനങ്ങൾ എൻ്റെ അറിവ് ചാണകം ചവിട്ടിക്കഴിഞ്ഞാൽ കഴുകിക്കളയണം, അല്ലെങ്കിൽ നാറും. ഇത് നിങ്ങൾ എഴുതി വെച്ചോ. ഇതൊരു എൻ്റെ വക ഫ്രീ മോട്ടിവേഷനാണ്. ജീവിതത്തിൽ എന്നെങ്കിലും ഉപകരിക്കും. അമ്മാതിരി ഒരു മോട്ടിവേഷനാണ്. മനസ്സിലാവാത്തവർ താഴെ കമന്റ് ചെയ്യൂ. ഞാൻ ഉദ്ദേശശുക്തി മനസ്സിലായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എന്തായാലും ചാണകം ചവിട്ടികൾ എന്ത് ചെയ്യാൻ മറക്കണ്ട, കഴുകിക്കളയണം, അല്ലെങ്കിൽ നാറും. ആ അവസ്ഥയായിരിക്കും. റീസെന്റ് നമ്മുടെ എമ്പുരാൻ വിഷയം കത്തി ഇപ്പൊ ED റെയ്ഡ് നടത്തുന്ന സെറ്റപ്പിലോട്ടായി, രാജുവേട്ടൻ അറസ്റ്റ് ചെയ്യുന്ന സെറ്റപ്പിലോട്ടും ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇത് ഏത് തരത്തിൽ പോയി നിൽക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞത്. പോസ്റ്റ് ഞാൻ വായിക്കാം. പൃഥ്വിരാജിന് ഇൻകം ടാക്സ് നോട്ടീസ്, എന്നാൽ എമ്പുരാൻ ഇഫക്റ്റ് അല്ലെന്ന് വിശദീകരണം. അതായത് രാജുവേട്ടന്റെ വീട്ടിലോട്ട് ഒരു ഇൻകം ടാക്സ് റെയ്ഡ് അങ്ങോട്ട് നടത്തുകയാണ്. നടത്തിയിട്ട് പറയുന്നത്, അയ്യോ ഇത് എമ്പുരാനുമായി ബന്ധപ്പെട്ടിട്ടല്ല, ഇത് നമ്മുടെ ഗോൾഡ്, ജനഗണമന, പിന്നെ വേറെ ഏതോ കടുവ, ഈ 3 പടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റെയ്ഡാണ് നടത്തുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും, അന്ന് എന്തായാലും പടം ഇറങ്ങിയപ്പോൾ നിനക്കൊക്കെ ഒന്ന് റെയ്ഡ് നടത്താൻ പറ്റിയില്ലേ? ഇല്ല, ഇപ്പൊ തന്നെ നമുക്ക് സമയമുള്ളതുള്ളൂ എന്നുള്ള രീതിയിലായി റെയ്ഡ്. ഈ റെയ്ഡ് നടത്താനുണ്ടായ കാരണം എന്താണെന്ന് അറിയാലോ, ഞാൻ പറയാതെ തന്നെ. അതായത് എമ്പുരാനില് കുറെ പാർട്ടിക്കാരെ, വേറെ ആരില്ല, BJP-ക്കാരെ ആക്കി, അല്ലെങ്കിൽ അവരെ കളിയാക്കി, അവരെ കുത്തി നോവിച്ചു എന്ന് പറഞ്ഞ് സ്വയമേ അവര് തന്നെ തിരിച്ചറിഞ്ഞ് കൊടിയും പിടിച്ച് മുന്നോട്ടിറങ്ങി സിനിമയെ കാണാൻ പറ്റാതെ വെവിളിത്തനം വിളിച്ചു പറഞ്ഞ് കുറെ പേര് മുന്നോട്ട് വരികയും ചെയ്തു. അതിനുശേഷം അവർ തന്നെ ഇതിനൊരു കോൺട്രവേഴ്സി ആക്കി, സിനിമയ്ക്ക് വൻ ജനക്കൂട്ടവും തിരക്കും ഇടിച്ചു കയറ്റമൊക്കെ ആയി. വീണ്ടും ഇവരിങ്ങനെ ഒരു കോൺട്രവേഴ്സി ആക്കി കോടതിയിൽ കേസ് കൊടുക്കുകയും പടം നിർത്തിവെക്കണമെന്നൊക്കെ പറഞ്ഞും കൊണ്ടായിരുന്നു കേസ്. അപ്പൊ കോടതി നോക്കിയപ്പോൾ ഇത് ആദ്യമേ സെൻസർ ചെയ്ത് ഇറക്കിയിട്ടുള്ള പടമാണ്, അങ്ങനെ നിർത്തിവെക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ യുവമാരെ കരച്ചിലും പിഴിച്ചിലും ഈ ഒരു ഇത് കാരണം ലാലേട്ടൻ വന്ന ഒരു പോസ്റ്റ് വിട്ട് മാപ്പും പറഞ്ഞു പോയി. അത് മാപ്പല്ലെന്ന് കുറെ പേര് പറയുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട് ഇതിനേക്കാളും നല്ല സോറി ഒറ്റ വാക്കിൽ ഒതുക്കുന്നതായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു പോസ്റ്റ് വിട്ടിട്ട് ലാലേട്ട ഒരു വഴിക്ക് പോയി, അതിനെ എടുത്ത് ഷെയർ ചെയ്ത് രാജുവേട്ട വേറെ വഴിക്ക് പോയി. മുരളി ഗോപി പറഞ്ഞു ഞാൻ ഒരു മാപ്പും പറയത്തില്ല, ഒരു മത്തങ്ങയും പറയത്തില്ല എന്ന് പറഞ്ഞു മുരളി ഗോപി ഒരു വഴിക്ക് പോയി. ഇങ്ങനെ എല്ലാവരും 4 വഴിക്ക് പോയ സമയത്ത് യുവമാർ ഇതെടുത്ത് വെച്ച് ആഘോഷിക്കാൻ തുടങ്ങി. നമ്മൾ ജയിച്ചു, പറയൂ ഞങ്ങൾ ജയിച്ചു, മാക് ഈ ഒരു സെറ്റപ്പിലായിരുന്നു അവന്മാരെ വിളിയും ബഹളമൊക്കെ. എന്തായാലും അവന്മാർ വിചാരം ഇനി കേരളം അടുത്ത ഇലക്ഷൻ യുവമാരെ കയ്യിൽ തന്നെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്നും കൊണ്ട് അങ്ങ് വിജയിച്ച ഒരു വിജയകിരീടം ചൂടിയതുപോലെയായിരുന്നു അമ്മയുടെ നടത്തവും ഇരിപ്പുവശം. എന്തായാലും അവിടെ നിന്ന് തേഞ്ഞൊട്ടിയിട്ടുണ്ട്. നാട്ടുകാർക്ക് കൂടുതൽ വെറുപ്പ് മാത്രമായി വീണ്ടും ആ പാർട്ടിക്കാർക്ക് എന്നേ എനിക്ക് പറയാനുള്ളത്. നിങ്ങളായിട്ട് വരുത്തി വയ്ക്കുന്നതാണ്. ഇങ്ങനെ മടത്തനങ്ങളും വിട്ടിത്തനങ്ങളും കാണിക്കരുത്. ഒരു സിനിമയെ കാണാൻ പറ്റില്ലെങ്കിൽ എന്ത് കീരവിത്ത് പരിപാടിയാണ് ഇടയിൽ കാണിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും അതും അവിടെ നിൽക്കട്ടെ, നമുക്ക് റെയ്ഡിലോട്ട് വരാം. റെയ്ഡ് നീയൊക്കെ പറഞ്ഞതുപോലെ അവന്മാര് പടത്തിന്റെ ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റി. അപ്പോഴാണ് പുതിയ റെയ്ഡ് കൊണ്ടങ്ങ് ഇട്ടുകൊടുത്തത്. ഗോകുലും ഗോപാലിന്റെ വീട്ടിൽ റെയ്ഡ് ചെയ്ത് 1.5 കോടിയൊക്കെ പിടിച്ചെടുത്ത് അങ്ങേരെ തേഞ്ഞൊട്ടിയിരിക്കുകയാണ്. പിന്നെ അങ്ങേർക്ക് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൽ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജുവേട്ടൻ ഈ പറഞ്ഞ പടങ്ങളിൽ അഭിനയിച്ചതിന് പൈസ വാങ്ങിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ആക്ടറായിട്ട് മെയിൻ നടനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ അതിൽ വാങ്ങുന്ന പൈസയുടെ പകുതി ടാക്സ് അടക്കേണ്ടി വരും. മറിച്ച് ഒരു കോ പ്രൊഡ്യൂസറോ കാര്യങ്ങളോ ഒക്കെ ആയിരുന്നാൽ അങ്ങനെ ടാക്സും കാര്യങ്ങളൊന്നും അടക്കേണ്ടി വരത്തില്ല, അത്രയും തുകയും ആകത്തില്ല. അതുകൊണ്ട് തന്നെ 10-40 കോടിയോളം കോ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് രാജുവേട്ടൻ വാങ്ങിയെന്നാണ് പറയുന്നത് എന്നുള്ളൊരു ചർച്ച മണക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ റെയ്ഡിന് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ള. ഈ സിനിമകൾ ഇറങ്ങിയപ്പോൾ നടത്താത്ത റെയ്ഡാണ് ഇപ്പൊ ഗീരവത്ത് പിടിക്കാൻ അങ്ങോട്ട് എടുത്തോണ്ട് പോയിരിക്കുന്നത്. എന്തായാലും കൊള്ളാടെ, നീയൊക്കെ കൂടി അങ്ങേരെ വെള്ളത്തിലാക്കാനുള്ള ശ്രമമാണ്. പക്ഷെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നാളെ പരിപാടി കാണിക്കുന്നതിൽ ബെസ്റ്റ് അവാർഡ് ഗോസ് ടു യു. മാതൃഭൂമി ന്യൂസ് ബിഗ് എക്സ്ക്ലൂസീവ് ആണ്. പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആദായ നികുതി വകുപ്പ്. ഈ സിനിമകളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ വാങ്ങിയെന്ന കണ്ടെത്തൽ സ്വാഭാവിക നടപടി മാത്രമെന്നാണ് ആദായ വകുപ്പ് പറയുന്നത്. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, സ്വാഭാവികമായിട്ടും എമ്പുരാന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമാണോ ഇതെന്നുള്ള സംശയമുണ്ടാകാം. അത്തരമൊരു നീക്കത്തിന്റെ കൂടി ഭാഗമാണോ, അതോ ഇത് പഴയ കേസാണോ? എന്തെല്ലാമാണ് പൃഥ്വിരാജിന് ആദായ നികുതി നോട്ടീസ് നൽകുമ്പോഴുള്ള വിശദീകരണങ്ങൾ? ഞാൻ പറഞ്ഞുതരാം വിശദീകരണം. ഞാൻ നന്നായിട്ട് വിശദീകരിച്ചു തരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടനായിട്ടിരുന്ന് കഴിഞ്ഞാൽ പകുതി എമൗണ്ട് ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരും. ഇങ്ങനെ കോ പ്രൊഡ്യൂസർ ആയിട്ടിരുന്ന കിട്ടുന്ന എല്ലാം അതിൽ നിന്ന് നൈസായിട്ട് വാങ്ങിക്കൊണ്ടെങ്കിൽ പോവാം, അല്ലെങ്കിൽ അതിൽ നിന്ന് അത്രയും ടാക്സ് അടക്കേണ്ടിയും വരില്ല. അതുകൊണ്ട് തന്നെയാണ് നൈസായിട്ട് രാജുവേട്ടൻ നടനായിട്ടിരുന്ന് പൈസ വാങ്ങാതെ കോ പ്രൊഡ്യൂസർ ആയിട്ടിരുന്ന് പൈസ വാങ്ങിയത്. അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു തട്ടിപ്പൊന്നും നടത്തിയൊന്നും ഞാൻ പറയത്തില്ല. ടാക്സ് അടച്ചില്ലെങ്കിൽ അത് തെറ്റ്.
ഇനി ഇത് അന്വേഷിച്ച് കണ്ടെത്തി ടാക്സ് അടച്ചിട്ടില്ല, അല്ലെങ്കിൽ രാജുവേട്ടൻ തട്ടിപ്പം വെട്ടിപ്പം കാണിച്ചെന്ന് പറഞ്ഞാൽ തേഞ്ഞൊട്ടി. പക്ഷെ ഇത് ഇപ്പൊ കുത്തിയിളക്കി വിട്ടതാരാണ്? ആരാ? മാക് പറയൂ. ഞങ്ങൾ ആരാ? ഞാൻ പറയാതെ തന്നെ മനസ്സിലായല്ലോ. എന്ത് നാറിയ ചീഞ്ഞ പരിപാടിയുടെ കാണിക്കുന്നത്. കൊള്ളാടെ. സബാഷ്. നോക്കാം. മാക് പറയൂ. ഞങ്ങൾ മാക്. കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 29-നാണ് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്ന് പൃഥ്വിരാജിന് ഒരു നോട്ടീസ് പോയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് വരുന്ന ഏപ്രിൽ 29-നകം ചില കാര്യങ്ങൾ വിശദീകരിക്കണമെന്നതാണ്. അതായത് വരുമാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വിശദീകരണം നൽകേണ്ടത് എന്ന കാര്യം ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നു. അതായത് 3 സിനിമകൾ, ഗോൾഡ്, അതോടൊപ്പം തന്നെ ജനഗണമന, കൂടാതെ കടുവ, ഈ 3 സിനിമകളിലും പൃഥ്വിരാജ് അഭിനയിച്ചിരുന്നു. പക്ഷേ അഭിനേതാവെന്ന നിലയിൽ പണം വാങ്ങിയിരുന്നില്ല. മറിച്ച് പ്രൊഡ്യൂസർ എന്ന നിലയിൽ, ഒരു പാതി നിർമ്മാതാവ് എന്ന നിലയിൽ പണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കേണ്ടത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ, അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ അതിന്റെ ടാക്സ്, നികുതി കൂടുതലാണ്. പക്ഷേ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ അതിന്റെ വരുമാനം വാങ്ങുമ്പോൾ അതിൽ വരുന്ന ടാക്സ് മറ്റേ ഇതിനെ അപേക്ഷിച്ച് കുറവ്. അതെ, അതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസറായി നിന്നിട്ടാണ് രാജുവേട്ടൻ 10-40 കോടിയും വാങ്ങിയതെന്നാണ് പറയുന്നത്. എന്തായാലും വാങ്ങിയത് വാങ്ങി. ഇനി ഏപ്രിൽ 26-നോ 27-നോ അകത്ത് വെച്ചിട്ട് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ രാജുവേട്ടൻ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സബ്മിറ്റ് ചെയ്യട്ടെ. വരും ദിവസങ്ങളിൽ അറിയാം ടാക്സ് വെട്ടിപ്പോ കാര്യങ്ങളോ നടത്തിയെങ്കിൽ ഇനി ഫൈൻ അടയ്ക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോകും. പിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജുവേട്ടൻ എന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പേപ്പറും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അറിയും. എന്നാലും എന്റെ പൊന്ന് പാർട്ടി അണ്ണന്മാരെ കലക്കം തന്നെ നല്ല പോലെ താങ്ങുവാണ്. എന്തുവാടാ ഇതിന് മാത്രം ഇരിക്കുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ ഈ രാജ്യത്ത്? ഒരു സിനിമ എടുക്കാനുള്ള റൈറ്റ്സ് ഇല്ലേ? എന്തുപാടാ അവന്മാർ കാണിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും വിവരം ബോധമില്ലാത്ത എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഞാൻ പറഞ്ഞാ കൂടിപ്പോവും മച്ചാന്മാരെ. ഈ ഒരു പശ്ചാത്തലം, ഈ ഒരു അന്തരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏകദേശം 40 കോടിയോളം രൂപയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വിശദീകരണം നൽകേണ്ടത്. ഇത് IT വിഭാഗവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അത് സ്വാഭാവികമായിട്ടുള്ള നടപടി എന്നതാണ് IT വിഭാഗം വ്യക്തമാക്കുന്നത്. മുൻപ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. അതിനുശേഷം കുറച്ചു കാലമായി 3 സിനിമകളും പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഈ പൊടുന്നനെ ഈ ആദായ നികുതി വകുപ്പിന് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാഹചര്യം എന്താണ്? ഇത് ആദ്യമായിട്ടാണോ അതോ ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം തേടിയിരുന്നോ നടനിൽ നിന്ന്? ഇതൊന്നുമില്ല. എമ്പുര ഇറങ്ങിയപ്പോൾ ഉള്ള ചൊറച്ചിൽ കാണിക്കുന്നതാണ് മറ്റേ ടീംസ്. ഇനി അടുത്ത് ആന്റണി പെരുമ്പാവൂരിന്റെ വീട്ടിലായിരിക്കും. പിന്നെ നമ്മുടെ മേജർ അണ്ണന്റെ വീട്ടിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലാലേട്ടൻ ഓരോരുത്തരുടെ വീട്ടിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങും, അല്ലെങ്കിൽ ഇവന്മാർ കയറ്റി ഇറക്കും. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അത്രയേ ഉള്ളൂ. ഇതിപ്പോ നാറിയ പരിപാടി കാണിച്ചതാ. അടിയിൽ കൂടി എമ്പുരാൻ എന്ന് പറയുന്ന പടം അവന്മാർക്കിട്ട് കൊണ്ടു എന്ന് അവന്മാർ സ്വയമേ വരുത്തി തീർത്ത് അവന്മാർ സ്വയമേ കൊടി പിടിച്ചിറങ്ങി അവന്മാർ തന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നാറിയ പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. സാമാന്യ ബോധം വെച്ചൊന്ന് ചിന്തിക്കും മക്കളെ. ഇതുമായി ബന്ധപ്പെട്ട് മുൻപും ചില വിശദീകരണങ്ങൾ തേടിയിട്ടുണ്ടെന്നാണ് IT വകുപ്പ് വ്യക്തമാക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ മുൻപിറങ്ങിയ ചിത്രമാണെങ്കിലും ഇപ്പോൾ നിലവിൽ ഒരു അസസ്മെന്റ് ഇയർ കടന്നു വരികയാണ്, അത് അവസാനിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് IT വിഭാഗം വ്യക്തമാക്കുന്നത്. നേരിട്ടോ അല്ലാതെയോ, ഇമെയിൽ മുഖേനയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരിട്ടോ അല്ലാതെയോ ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കണം എന്നതാണ് IT വിഭാഗം പറയുന്നത്. അവർ പങ്കുവയ്ക്കുന്നത് സ്വാഭാവിക നടപടിയാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നേരത്തെ ഗോകുലം ഗോപാലിന്റെ കേസിലാണെങ്കിലും അത് മുൻപുള്ള ഒരു ഫെമ കേസാണ്. ആ ഫെമ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അവരും വ്യക്തമാക്കുന്നത് സ്വാഭാവിക നടപടി, ഞങ്ങളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടി എന്നാണ്. പക്ഷേ നമുക്കറിയാം ഈ എമ്പുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ തന്നെ അലയൊലി ആയി നിന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഗോകുലം ഗോപാലൻ സിനിമയുടെ പ്രൊഡ്യൂസറായിരുന്നു. പറഞ്ഞു സാമ്പത്തിക വർഷം അവസാനിക്കുന്നു. ഈ സാമ്പത്തിക വർഷം 2024-25 സാമ്പത്തിക വർഷത്തിന്റെ അസസ്മെന്റിൽ വരേണ്ട 3 സിനിമകളല്ലല്ലോ ഇത്. അല്ല, ഈ 2024-25 സാമ്പത്തിക വർഷത്തിൽ വരുന്നതല്ല. അതാണ് പറഞ്ഞത്. പഴയ കാശ് കൊണ്ട് ഇപ്പം കുത്തി പൊക്കി വിട്ടുകൊടുത്ത് ഇവന് പണി കൊടുക്കാനുള്ള പണിയാണ് അവന്മാർ ചെയ്തത്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. എമ്പുരാൻ എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം നടക്കത്തില്ല. ഇതിപ്പോ എമ്പുരാൻ ഇറങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം നടന്നത്. അത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതിയടേ. ഇനിയിപ്പോ നമ്മൾ ഭയങ്കര മറ്റേ ഡിഗ്രി ഒന്നും എടുത്തു വെക്കേണ്ട കാര്യമൊന്നുമില്ല. സാമാന്യ ബോധം വെച്ചെന്ന് ചിന്തിക്ക്, കാര്യം പിടികിട്ടും. ഇനി ഗോകുലം ഗോപാലകൃഷ്ണന്റെ കേസിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം.
ഗോകുലം ഗ്രൂപ്പിന്റെ ചെന്നൈ ഓഫീസിൽ നിന്ന് 1.5 കോടി രൂപ ഇഡി പിടികൂടി. ഇന്നലെ നടന്ന റെയ്ഡിലാണ് പണം പിടികൂടിയത്. പണത്തിന്റെ സ്രോതസ് കാണിക്കാൻ ഇഡി ആവശ്യപ്പെട്ടു. ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യും. അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ഇഡി വിലയിരുത്തൽ. ഗോകുലം ഗോപാലിന്റെ വീട്ടിൽ നിന്നും 1.5 കോടിയോളം രൂപ പിടിച്ചെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇഡി. എന്തായാലും അങ്ങേര് കുറച്ചൊന്ന് വെള്ളം കുടിച്ചിറങ്ങും. 1.5 കോടിയുടെ കാര്യത്തിൽ മിക്കവാറും തീരുമാനമാവും എന്നാണ് തോന്നുന്നത്. അത് പോയി കിട്ടിയ പോലെ അങ്ങ് എഴുത്തല്ലേ. പിന്നെ കുറെ കോടികളുള്ളവർക്ക് 1.5 കോടി ഒരു വിഷയമല്ല. നമ്മളെപ്പോലെയുള്ളവർക്കാണെങ്കിൽ 1.5 കോടിയൊക്കെ വലിയ വിഷയമാവും. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അതൊന്നുമല്ല, ഞാൻ കാര്യത്തിൽ നിന്നും തെന്നി മാറി. എന്തായാലും കൊള്ളാം. ഈ ഒരു സമയത്തെല്ലാം കൂടി കുത്തിത്തിരിപ്പുണ്ടാക്കി നാറിയ പരിപാടികൾ കാണിക്കാൻ നിന്നെയൊക്കെ പോയിട്ടേ ഉള്ളൂ. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. 1.5 കോടി പിടികൂടിയിരിക്കുന്നു. അറസ്റ്റിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴുണ്ടാകില്ല. ഈ പണത്തിന്റെ സ്രോതസ് കാണിക്കുക അല്ലേ സ്നേഹം? പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫെമ ചട്ടലംഘനം ഉണ്ടെന്നാണ് ഇഡി പറയുന്നത്. അതനുസരിച്ചാണ് ഈ ചെന്നൈ യൂണിറ്റിന്റെയും കൊച്ചി യൂണിറ്റിന്റെയും സംയുക്ത പരിശോധന നടത്തിയത്. ആദ്യം കോഴിക്കോടും സമാന്തരമായി ചെന്നൈയിലെ ഓഫീസിലുമായിരുന്നു പരിശോധന. ചെന്നൈ കോടമ്പാക്കത്ത് നടന്ന പരിശോധന നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ രാത്രി ഏറെ വൈകിയാണ് അവസാനിച്ചത്. കൂടിയിട്ട് ഇ ഡി എന്ന് പൈസ വെച്ച് ഇ ഡി വെച്ച് എഴുതി വെച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. അടിപൊളി മൈൻഡ് സെറ്റ്. കൊള്ളാടെ, ഇങ്ങനെയൊക്കെ ആയിരിക്കണം കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു എമ്പുരാൻ എന്ന പടം ഇറങ്ങി ഒരു പാർട്ടിക്കാരെ വിമർശിച്ചു എന്ന് അവരെ തന്നെ സ്വയം കണ്ടെത്തി തിരുത്തിക്കൊണ്ട് കളത്തിലിറങ്ങി കളിച്ച നാറിയ പരിപാടി. കൊള്ളാം, ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ഇങ്ങനെയൊക്കെ ആയിരിക്കണം കേട്ടോ. മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ നീയൊക്കെ കുറെ ഇവിടെ ഭരിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കേരളത്തിൽ നിന്നും ഒരു വോട്ട് പോലും കിട്ടാൻ ചാൻസ് എനിക്ക് തോന്നുന്നില്ല. അത്ര നാറിയ മൈൻഡ് സെറ്റ് ആയി പോകുന്നില്ല. നല്ല വ്യക്തികളുണ്ടടെ ഈ പാർട്ടിയിലൊക്കെ. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ നല്ല വയന്മാരുണ്ട്. പക്ഷെ കുറെ വിഷങ്ങൾ ചാണകങ്ങളായിട്ട് കയറിയിരുന്ന് തലപ്പത്തിരുന്നും കൊണ്ട് കാണിക്കുന്ന കാട്ടാപ്പുകൾ, അധികാരങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എന്ത് നാറിയ പരിപാടിയും കാണിക്കാന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു വേവലെന്തിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ തെറ്റാര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. പക്ഷെ എമ്പുരാന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്ന് കാണിക്കുന്നത് നാറിയ പരിപാടിയാണ്. എമ്പുരാനിൽ എന്ത് തെറ്റാണ് ഇതിന് മാത്രം ഗ്രാജുവേറ്റും ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മുരളി ഗോപി മിണ്ടാതിരിപ്പുണ്ട്. ഇനി അങ്ങേരെ വീട്ടിലും വിടും 10 ഇഡിയെ അങ്ങോട്ടും. എല്ലാവരുടെ വീട്ടിലും വീട് 10 ഇഡി വെച്ച്. കൊള്ളാം, നല്ല പരിപാടിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ബിലോ. ബൈ.